നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അതായത് മെയ് മാസത്തിൽ ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നു. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം ബുധനും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്യുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നു. ആ യോഗം മെയ് മാസം 14 ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നും ബുധന്റെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധനാവട്ടെ മെയ് 29 സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ മിഥുനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുക്രനും ബുധനും യോഗം വരുന്നു. ഇങ്ങനെ യോഗം വരുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നു. ലക്ഷ്മി നാരായണ യോഗം എന്ന് ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ സമ്പന്നത കൈവരിക്കാൻ കഴിയുന്ന ഒരു യോഗമാണ്. പലതരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല, ജീവിതത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിലൊരു പുരോഗതി നമുക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും മെയ് മാസം. അത് 4 രാശിക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ളൊരു മാറ്റത്തിന് കാരണമാകും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശാക്തയ പൂജയുണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം 14 ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ മെയ് മാസം 29 സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് ബുധനും പ്രവേശിക്കുന്നു. ഇങ്ങനെ ബുധനും ശുക്രനും ചേരുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നു. ഈ ലക്ഷ്മി നാരായണ യോഗം ആർക്കൊക്കെ ഗുണമുണ്ടാക്കും? ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളായിരിക്കും ഈ യോഗങ്ങൾ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ രാശിക്കാര് സ്വന്തം അനുഭവം വെച്ച് ഒന്ന് നോക്കുക. ഈ യോഗം തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിത വിജയം ഉണ്ടാവുക. അങ്ങനെയുള്ള ആ രാശിക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ രാശിയാണ് ധനുരാശി. ശുക്രനും ബുധനും മിഥുന രാശിയിൽ യോഗം ചെയ്യുമ്പോൾ ധനുരാശിക്കാർക്ക് അത് 7ാം രാശിയായി. 7ാം രാശിയിൽ ഈ യോഗം ഗുണം ചെയ്യുന്നു. അതായത് 7ാം രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇതൊരു വലിയ ഒരു തുടക്കമായിരിക്കും. ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും നിങ്ങൾക്കത് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന സമയമായിരിക്കും. സാമ്പത്തികം കടമായി കൊടുത്തിട്ട് ലഭിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ അത് തിരിച്ചു കിട്ടാനുള്ള പല സാഹചര്യം വന്നു ചേരും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. പലതും അനുഭവത്തിൽ വരാത്തവർക്ക് ഈ ഒരു യോഗം കൊണ്ട് ഈ ഒരു യോഗം രൂപപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സമ്പന്നത കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ ആരോഗ്യകരമായ ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകും. ദീർഘനാളായി അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നവർക്കും ഈ യോഗത്തിൽ ഏറ്റവും ഗുണം അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് തന്നെയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ 90% ജീവിതത്തിലെ പ്രശ്നങ്ങളും അകലുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുമ്പോൾ എന്താകുന്നു? നമ്മുടെ പല പ്രശ്നങ്ങൾക്കും സോൾവ് ആവുന്നു. അങ്ങനെയുള്ള ഈ മൂലം, പൂരാടം നക്ഷത്രക്കാർക്ക് വലിയ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ലക്ഷ്മി നാരായണ യോഗം ഇവർക്ക് ഒരു സമ്പന്നത ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. ചിത്തിരാര, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന നക്ഷത്രക്കാർക്ക് ഈ യോഗം അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഇവരുടെ 9ാം ഭാവത്തിലായിരിക്കും യോഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ ഇവർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ്. വളരെ അധികം ഭാഗ്യങ്ങൾ വന്നു ചേരാൻ
കാരണമാകും ഈ യോഗം. കാരണം പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് പല സമയത്തും മുടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം. കയ്യെത്തും ദൂരത്ത് പലതും നഷ്ടപ്പെടാം. അത് പലർക്കും പല വിധത്തിലായിരിക്കും. ചിലർക്ക് ജോലി ലഭിക്കാൻ ഇപ്പോൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പല സാഹചര്യം വന്നു ചേരും. പക്ഷെ അടുത്തെത്തുമ്പോഴേക്കും അത് മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു യോഗം കൊണ്ട് ആ ഒരു ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും തുലാം രാശിക്കാർക്ക്. ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ബുധനും സഞ്ചരിക്കുമ്പോൾ വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. ഇനി എങ്ങനെയെങ്കിലും പലതരത്തിൽ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. കിട്ടാക്കടമായി കിടക്കുന്ന ധനം വന്നു ചേരാൻ അവസരമുണ്ടാകും. കുടുംബ സ്വത്ത് വിൽക്കാതെ ഒരു കാരണവശാലും വിൽക്കാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് അത് വിറ്റ് കിട്ടാനും അത് ധനമായി മാറാനും ഒക്കെ സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ജോലിക്ക് പല വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഈ ഒരു ഭാഗ്യസമയം കൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കാതെ അവരുടെ കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും. ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് വലിയ വലിയ ഭാഗ്യങ്ങളായിരിക്കും ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ യോഗം നമുക്ക് ഇത്രയും കാലം അനുഭവിക്കാത്ത ഗുണങ്ങളൊക്കെ ഈ യോഗം കൊണ്ട് ഉണ്ടാകും. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം. എന്തായാലും തുലാം രാശിക്കാർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ യോഗം 10ാം ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലാണ്. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും അവർക്ക് അവരുടെ കർമ്മമാണ് 10. 10ൽ ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും യോഗം ചെയ്യുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മത്തിന് പുഷ്ടി ഉണ്ടാകുന്നു. കർമ്മം പുഷ്ടിപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്ന കർമ്മത്തിലൊരു ബലം വരുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാൻ അവസരം വന്നു ചേരും. അതുപോലെ തൊഴിൽ ഒരു പരാജയം നിരന്തരമായിട്ട് അനുഭവിക്കുന്നവർക്ക് ആ പരാജയമൊക്കെ മാറി ജീവിതത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ജോലിയിൽ ഒരു കയറ്റവും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ശമ്പളമെല്ലാം വർധനവില്ലാതെ വളരെ മോശമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു യോഗം കൊണ്ട് ശമ്പള വർധനവുണ്ടാകും എന്നുള്ളതാണ്. ദീർഘകാലങ്ങളായിട്ട് ദാമ്പത്യ ജീവിതം പിരിയാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് അത് പിരിയാൻ കഴിയാതെ അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള പല സാഹചര്യങ്ങളും ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ശുഭകരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഈ ദമ്പതിമാർക്ക് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും വന്നു ചേരും എന്നുള്ളതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. തൊഴിലിൽ നേട്ടമുണ്ടാകും. വിദേശയാത്ര, സന്തോഷകരമായ വിദേശയാത്രയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഈ സമയം നമുക്ക് ആഘോഷിക്കാനും സന്തോഷം കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും. ധാരാളം പണം വന്നു ചേരാനുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഗുണങ്ങൾ ഈ ഒരു യോഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. വീട് വെക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഈ ഒരു സമയം വീട് വെക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിച്ച് വർഷങ്ങളായി പല ധനമുണ്ടായിട്ടും അത് മുടങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ധനമില്ലാതെ അതിന് കഷ്ടപ്പെടുക, പലതരത്തിലുള്ള ധനം കിട്ടാനുള്ള പല വഴികളും നോക്കി പരാജയപ്പെട്ടവർക്കും ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് ഈ യോഗം വന്നു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ധാരാളം ധനം നമ്മുടെ കയ്യിലെത്തും. അതുകൊണ്ട് തന്നെ ബിസിനസ് ആരംഭിക്കാനൊക്കെ പല സാഹചര്യങ്ങളും വന്നു ചേരും. കണ്ടെത്തി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു യോഗം കൊണ്ട് ജീവിത ഉയർച്ചയുണ്ടാവും, ഗുണങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഈ 10ാം ഭാവത്തിൽ ഈ ലക്ഷ്മി നാരായണ യോഗം കന്യരാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. ലഗ്നത്തിലാണ്, അതായത് മിഥുനം രാശിയാണ്. മിഥുനത്തിൽ ആണ് ഈ ശുക്രനും ബുധനും യോഗം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയങ്ങളിലൂടെ ആയിരിക്കും ഇവരുടെ ജീവിതം കടന്നു പോവുക. മെയ്
29 ശേഷം ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതായത് വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുക, രോഗാദി ദുരിതങ്ങളൊക്കെ ഒരു ശമനം വരിക, രോഗത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവുമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും മിഥുന രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ വസ്തു വാങ്ങാനും വീട് പണിയാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ മിഥുന രാശിക്കാർക്ക് വലിയ വലിയ ഗുണങ്ങളും വീണ്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിൽ പോലും അത് പറയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. മിഥുന രാശിയിലാണ് ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് യോഗം ചെയ്യുന്നത്. ആ യോഗത്തിന്റെ ഫലമായിട്ട് ഏറ്റവും ഗുണഫലങ്ങളായിരിക്കും മിഥുന രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഇവര് ഏത് ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോഴും മുടക്കം വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു മുടക്കം ഇനി ജീവിതത്തിൽ ഉണ്ടാകില്ല അവർക്ക്. തീർച്ചയായിട്ടും ആ മുടക്കമൊക്കെ മാറി ഇവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നത് നമ്മളെ മറ്റുള്ളവർ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ വാഹനാദി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു യോഗം കാണുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം വന്നു ചേരുന്ന സമയമാണ്. പുതിയ ജോലി കണ്ടെത്താനും അതിൽ ജോയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെയാണ് അമ്മയുമായുള്ള അഭിപ്രായ വ്യത്യാസം, മക്കളും അമ്മയുമായുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറി സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിരിക്കും. കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകാൻ ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും ഈ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും മിഥുന രാശിക്കാർക്ക് ഈ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. പുതിയ സംരംഭങ്ങളൊക്കെ ഇവരെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും മെയ് മാസം ഇവർക്ക്. മെയ് മുതൽ അങ്ങോട്ട് ഇവർക്ക് നല്ല കാലം വന്നു എന്ന് പറയാം. എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളും മിഥുന രാശിക്കാർക്കും ഉണ്ടാകും. ഈ ഒരു യോഗം കൊണ്ട് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. നമ്മളെ ജീവിതത്തിൽ അത് ഈ 4 രാശിക്കാർക്കുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിൽ പോലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ കിട്ടുന്നവരുണ്ടാവാം, ഒരു ഭാഗികമായിട്ട് ഗുണങ്ങൾ കിട്ടുന്നവരുണ്ടാകാം, ഒരു ഗുണവും നമുക്ക് അനുഭവത്തിൽ വരാത്തവരും ഉണ്ടാവാം. എല്ലാവർക്കും ഒരേപോലെ അത് അനുഭവത്തിൽ സംഭവിക്കണമെന്നില്ല. അതിൽ പല കാരണങ്ങളും നമ്മൾ ജാതകം നോക്കുമ്പോൾ ഉണ്ടാകാം. നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും കമന്റിലൊക്കെ പറയും, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്താണ്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അനുഭവങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ, ജാതകത്തില് പല സമയത്തായിരിക്കും നമ്മൾ ജനിക്കുന്നത് രേഖപ്പെടുത്തുന്നത്. അതായത് രേഖപ്പെടുത്തുക എന്ന് ഉദ്ദേശിച്ച് നമ്മൾ പല സമയത്തായിരിക്കും ഓരോ ആൾക്ക്, ഒരു നക്ഷത്രം ആണെങ്കിൽ പോലും പലരും പല സമയത്ത് ജനിക്കുന്നു, പല ലഗ്നമാകുന്നു. അപ്പൊ ആ ഒരു സമയത്തൊക്കെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. അത് മാറുമ്പോൾ അനുസരിച്ച് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പൊ അത് പലർക്കും ചില ഗുണങ്ങൾ ഉണ്ടാകും, പലർക്കും അത് അനുഭവത്തിൽ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ അനുഭവത്തിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ സമീപിക്കുക. നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പരിശോധിപ്പിക്കുക. എന്തെങ്കിലും ന്യൂനതകൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയം മാറി വിജയത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരിക. തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നതായിരിക്കും. ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പച്ച പിടിക്കാനും ജീവിതം പുരോഗതിയിലേക്ക് എത്താനും കഴിയുന്നതായിരിക്കും. എല്ലാവർക്കും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാ മാസവും കറുത്ത വാവിന് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് പുതിയ വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.